ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് ഒരു വാഗണർ ഉണ്ട്, സ്വിഫ്റ്റ് 2017 മോഡൽ വണ്ടിയുണ്ട്. ഈ രണ്ട് വണ്ടികൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഗിയർ ലിവറിന്റെ ബുഷ് ചാടി പോവുക. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് റിവേഴ്സ് ഗിയർ വീഴുന്നില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒന്നും കിട്ടുന്നില്ല. ഇതിപ്പം തേർഡും ഫോർത്ത് ഗിയർ മാത്രമേ ഉള്ളൂ. അങ്ങനെ വണ്ടി എന്ന് വെച്ചാൽ റണ്ണിങ് കണ്ടീഷൻ അല്ലാത്ത സീനിലാണ് ഉണ്ടാവുക. അപ്പം ഇതിന് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നമാണ് ഇത്. എന്ന് വെച്ചാൽ മാരുതിന്റെ റിറ്റ്സ്, സ്വിഫ്റ്റ്, എർട്ടിക്ക, അതേപോലെ ന്യൂ മോഡൽ സ്വിഫ്റ്റ്, റിറ്റ്സ്, പെട്രോള്, ആൾട്ടോ 800, വാഗണർ, കെ സീരീസ്, ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് ഫുൾ വണ്ടികൾക്കും ഇതേ ഇഷ്യൂ വരാറുണ്ട്. സംഭവം ചില്ലറ കേസേ ഉള്ളൂ. ഇപ്പം രാത്രിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയാലും തന്നെ നിങ്ങളിപ്പം കഷ്ടപ്പെട്ടു പോകാം. മൊത്തം നട്ടപ്പാതിരയ്ക്ക് ആയാലും ഇത് ചെറിയൊരു സിമ്പിൾ കേസേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വണ്ടി സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറാം. എന്തായാലും അപ്പോൾ ചേട്ടന്മാര് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഓൾറെഡി ഗിയറൊക്കെ ഓക്കെ ആണ്. ഇതിന്റെ ബുഷ് ഓൾറെഡി ചാടി പോയതായിരുന്നു. അപ്പം നമ്മളിപ്പോൾ അവിടുന്ന് സൈറ്റിൽ നിന്ന് ഇതിന്റെ ചാടി പോയെടുത്ത് കമ്പിയിട്ട് കെട്ടിയിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് എടുത്ത് കൊണ്ടുവന്നത്. എന്തായാലും ഞാൻ അത് അയച്ചിട്ട് ബാക്കി നിങ്ങൾ കാണിച്ചത് എന്താ സംഭവം എന്നുള്ളത്. അപ്പം മുകളിലത്തെ കവർ ഉണ്ട്. ഇത് വാഗണറിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് വലിച്ചാൽ ഈ കവർ മുകളിലേക്ക് പോരും. ജസ്റ്റ് പൊക്കി വെച്ചാൽ മാത്രം മതിയാവും. ശേഷം ഈ രണ്ട് സൈഡിലായിട്ട് സ്റ്റാറിൻ്റെതോ അല്ലോ മൈനസിൻ്റെയോ ഒരു സ്ക്രൂ, 2 സ്ക്രൂ വരുന്നുണ്ട്. രണ്ടും അയച്ചെടുക്കുക. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലും ഉണ്ടാവും. ഇതാ ഇവിടെ ആയിട്ട് വരിക. ഓക്കെ, അപ്പം നമ്മൾ അവിടുത്തെ രണ്ട് സ്ക്രൂ അയച്ച് ഈ സാധനം പൊക്കി വെച്ച്, ദെൻ ഈ സാധനം കണ്ട് ഈ ഒരു സാധനം ഉണ്ട്, ഈ ഒരു ലോക്കിങ് എല്ലാം ഇങ്ങനെ പൊക്കിയെടുക്കുക. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ബാക്കിൽ വരുന്നുണ്ട്, ബാക്കിലത്തെ 2 സ്ക്രൂ ആണ്. അപ്പം എന്താ ഈ സൈഡിൽ അങ്ങനെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇത് സ്റ്റാറിൻ്റെ ഒരു പ്രസ്സിങ് ക്ലിപ്പാണ്. ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഇത്രേ ഉണ്ടാവുള്ളൂ. ഈ സൈഡത്ത് ഓൾറെഡി ഇല്ല. ഇനി മുന്നോട്ട് പോവാം. ഇതെല്ലാം പൊക്കി വെക്കാം. ഇതാണ് അതിൻ്റെ അടിയത്തെ കവർ വരുന്നത്. നല്ല നമ്മൾ പൊക്കി വെക്കണം. ഇതായിട്ട് ഊരിയെടുക്കുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇത് കാണിച്ചു തരാം ഞാൻ. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ അവിടുന്ന് ചാടി പോയതേനു. വന്നപ്പോൾ ഇതാ ജസ്റ്റ് ഇതാ കമ്പിയിട്ട് ഇത് അങ്ങനെ കെട്ടി വെച്ച് പോകുന്നതാ. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ തൽക്കാലത്തെ കുടുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ കമ്പി കെട്ടി വെച്ചാലും മതി. അങ്ങനെയൊന്നും ചാടി പോകും. ഓരോ ടൈറ്റ് ആക്കാതെ ഈ ഒരു ഫ്രീയിൽ ചെയ്യണം. ഓക്കെ, ഞാൻ അതെന്തായാലും ബുഷ് വേറെ എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ സാധനം അയച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഊരി പോകും എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ലോക്കായി നിൽക്കേണ്ട സാധനമാണ്. ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ ഫസ്റ്റും സെക്കൻഡൊക്കെ ഇടുമ്പോൾ ഈ ബുഷ് പോയിട്ടുണ്ട്, ഇതിങ്ങനെ പോരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഈ പൊടിഞ്ഞ് കിടക്കുന്നത്? ഇത് കണ്ടില്ലേ? ഇതൊക്കെ അതിൻ്റെ ബുഷ് പൊടിഞ്ഞു പോകണതാണ് കുറയുമ്പം. ഇതാ ഈ ഒരു സാധനമാണത്. ഇത്രയും ചെറിയ ബുഷാണ്. ഇത് പോയി കഴിഞ്ഞാലാണ് പിന്നെ ഗിയർ വീഴാത്തത്. നീ ഒന്ന് ഫസ്റ്റിലേക്ക് ഇട്. അല്ല, ഇതിപ്പോൾ ഫസ്റ്റിലേക്കാണ്. എന്നുവെച്ചാൽ ഈ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഫസ്റ്റിലേക്കല്ല വീഴുക, തേർഡിലേക്കാണ് വീഴുക. അത് നേരെ സെക്കൻഡിലേക്ക് ഇടുകയാണെങ്കിൽ സെക്കൻഡിലേക്കല്ല വരിക. ഇപ്പം നേരെ ഫോർത്തേക്കാണ് ഗിയർ എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ റിവേഴ്സ് ഗിയറൊന്നും നമുക്ക് ഇടാൻ കഴിയില്ല. അതേപോലെ ലോ ടോർക്കുള്ള ഗിയറും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് എടുക്കേണ്ട സ്ഥലമൊക്കെയാണ് ആകെ ലോക്കാണ്. ഇതിപ്പം വണ്ടി റിവേഴ്സ് എടുക്കാൻ കഴിയാണ്ട് കുടുങ്ങിയോടുന്നാണ് നമ്മൾ ഈ വണ്ടി എടുത്ത് വന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ബുഷ് ഫിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ബുഷ് ഇട്ടു. ഇത്രയും സംഭവമുള്ളൂ. ഇത്രയും സംഭവം ഈ പരിപാടിയില്ല. ഈ ഒരു ലോക്കിങ്ങിൽ നിൽക്കേണ്ട സാധനം ആ ബുഷ് പോയി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ചാടിപ്പോവും. പിന്നെ ഗിയറും വീഴില്ല, ഒന്നും വീഴില്ല. ആകെ മൊത്തം ലോക്കാവും. ഇനിയും ഫസ്റ്റ് ഇട്. ഓക്കെ, സെക്കൻഡ് ഇട്. സെക്കൻഡ് അല്ലല്ലോ പിന്നെ. ഓക്കെ, ഇനി സെക്കൻഡ് ഇട്. സെക്കൻഡ് തേർഡിക്ക് ഇട്. തേർഡ് ഫോർത്തേക്ക് ഇട്. ഓക്കെ, ഒന്ന് ഫിഫ്ത്തേക്ക് ഇട്. ഓക്കെ, ഫിഫ്ത്ത് ഗിയർ റിവേഴ്സ് ഇട്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. എന്തായാലും നമുക്കിത് ബാക്കി ഫിറ്റ് ചെയ്ത് ഫ്രണ്ടിലത്തെ കൂടി ക്ലിയർ ചെയ്യുമ്പോൾ കാണാം. നമ്മുടെ ഈ ഉള്ളിലത്തെ ബുഷ് മാറൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നത്തെ ബുഷിൻ്റെ അവസ്ഥ എന്താ ചെക്ക് ചെയ്ത് നോക്കാം. ഫോണെന്നില്ല. ഇത് കണ്ടില്ലേ?
ഇത് ഓൾറെഡി ഞാനിപ്പം കമ്പിട്ട് കെട്ടിയതാണ്. ഇത് രണ്ടും പോയി കിടക്കരുത്. ഇപ്പം ഇതിൻ്റെ ശരിക്കും ഈ പുറത്തത്തെ മാത്രമാണ് ചാടിപ്പോയത്. ഞാൻ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. പിന്നെ ഞാൻ ഉള്ളത്തും കൂടി നോക്കിയപ്പോൾ അടുത്ത് ഓൾറെഡി പൊടിഞ്ഞ് കിടക്കേനു. പിന്നെ അതും കൂടി ക്ലിയർ ചെയ്തിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത്. അപ്പം നിങ്ങളിപ്പം വൈക്ക കൊടുങ്ങാണിതാ ഇതേപോലെ എങ്ങനെയും കമ്പിട്ട് കെട്ടേ അല്ലെങ്കിൽ വേറെ എങ്ങനെയും ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് അവിടെ നിന്നാടക്കി നമുക്ക് അങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോരാൻ കഴിയും. അവിടെ ആ പൊസിഷനിലേക്ക് നിൽക്കുകയാണെങ്കിൽ തന്നെ. ഓക്കെ, ഞാൻ എന്തായാലും ആ ബുഷും കൂടി ഒന്ന് മാറ്റിയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം ഇവിടുത്തെ കമ്പി നമ്മൾ അയച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഓൾറെഡി ബുഷില്ല. അപ്പം ബുഷില്ലാണ്ട് നിൽക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ പുറത്തേക്കൊക്കെ ചാടിയത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. തൽക്കാലത്തേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അങ്ങനെ കയറ്റിയിട്ടിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി എടുത്ത് പോകാൻ കഴിയും. അപ്പം ഏത് ഗിയറിലാണ് ഇടേണ്ടത് വെച്ചാൽ അതിലെങ്കിലും ഇട്ടിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകാൻ കഴിയും. ഓക്കെ, ഇനിയിപ്പോൾ ഒന്ന് ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് ഗിയർ ഇട്ടിട്ട് കാണിച്ചു തരാം. എടാ ഒന്ന് ഫസ്റ്റ് കിട്ടറാ, സെക്കൻഡ് ഇട്, തേർഡ് ഇട്, ഫോർത്ത് ഇട്. ഫോർത്ത് ഗിയറിലും തേർഡ് ഗിയറിലും അതിനൊരു ആക്ഷനും വരുന്നില്ല. അത് നോർമലി ഫ്രണ്ടിലേക്ക് മൂവ് ആവല് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി തേർഡും ഫോർത്തും ഇട്. ഓക്കെ, അതിനത്രേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റിലേക്കും സെക്കൻഡും അതേപോലെ ഫിഫ്ത്തും റിവേഴ്സും ആണ് ആ ഗിയറിനൊക്കെ സാരിയായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ഫിഫ്ത്ത് ഇട്. ഓക്കെ, ആ ഒരു മൂവിൻ്റെ വരുന്നത്. അതേപോലെ റിവേഴ്സ് ഇട് ഉണ്ടല്ലേ, ഇങ്ങനെയാണ് വരുന്നത് സംഭവം. ഈ റിവേഴ്സ് ഗിയർ ഒന്നും വീഴുന്നില്ല, നേരെ തേർഡും ഫോർത്തും മാത്രമേ വീഴുന്നുള്ളൂ. ഓക്കെ, ഇനി എന്തായാലും ബുഷ് നമുക്ക് മാറിക്കളയാം. ഇപ്പം നമ്മുടെ വണ്ടീൻ്റെ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് ഗിയർ ഇട്ട് സ്റ്റാർട്ടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടി നോക്കാം. ഓക്കെ, ഫസ്റ്റും വീഴുന്നുണ്ട്. റിവേഴ്സിങ് കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം വർക്കിംഗ് ഒക്കെ നോർമലാണ്, ഓക്കെയാണ് വണ്ടി. ഇത് ബുഷ് പോയി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന പറയുന്നത് ഈ ഫസ്റ്റിക്കും തേർഡിക്കൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ പ്ലേ വരും, നല്ല പ്ലേ ഉണ്ടാവും, കിടന്ന് ആടി കളിക്കുക ഈ സാധനം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. സൈഡിക്കും നല്ല പ്ലേ വരും. അങ്ങനെ ആകുമ്പോഴാണ് ഈ സാധനം കംപ്ലൈൻറ്റ് തുടങ്ങുക, സ്റ്റാർട്ടിങ് കാണിക്കുക. ഇതിപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഓരോ ക്ലച്ച് മാറിൽ ഗിയർ ബോക്സ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു സർവീസ് 40,000 കൂടുമ്പോഴെങ്കിലും ഈ സാധനം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക, അതേപോലെ മാറിക്കാള. വലിയ എക്സ്പെൻസീവ് ഒന്നും 26 രൂപ ഒരു ബുഷിന് വരുന്നുള്ളൂ. ഇങ്ങനത്തെ 2 ബുഷായിട്ട് മാറിക്കാള. നമ്മൾ അത്രയും നല്ല ധൈര്യത്തിൽ ലോങ് ട്രാവലും ചെയ്യുക, ഒന്നും പേടിക്കാണ്ട് ആവശ്യമില്ല. ഇതിപ്പോൾ രാത്രി കുടുങ്ങി കഴിഞ്ഞാൽ ആകെ ഇടങ്ങേറാവുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സ്വിഫ്റ്റിൻ്റെ എങ്ങനെയായി സംഭവമുള്ളത് നോക്കാം നമുക്ക്. അപ്പം നമ്മുടെ സ്വിഫ്റ്റിൻ്റെ എൻജിൻ ഇതാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ആൾക്കാരെ സംബന്ധിച്ച് ഇത് കാണാൻ കുറച്ച് പാടാണ്. ഇതിൻ്റെ ബാക്കിലേക്കായിട്ടാണ്, ഇവിടെ ഈ ബാറ്ററീൻ്റെ അടിഭാഗത്തേക്കായിട്ടാണ് ഈ സാധനം ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ കേബിൾ പോകുന്നത് കണ്ടില്ലേ, ഈ കമ്പിയിട്ട് കെട്ടിയത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കേബിൾ. ഇത് ഓൾറെഡി എവിടുന്നോ ചാടിയിട്ട് കമ്പിയിട്ട് കെട്ടിയതാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോരുക ചെയ്യുക സാധനം. അപ്പം ജസ്റ്റ് തൽക്കാലത്തേക്ക് ഇപ്പോൾ എവിടെയും കുടുങ്ങിയതാണെങ്കിൽ തന്നെ ജസ്റ്റ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്തായാലും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഉള്ളിലത്തെ നോക്കാം, എങ്ങനെ ഉള്ളിൽ നിന്ന് ചാടിപ്പോലുള്ളതെന്ന്. ഓക്കെ, അപ്പം മുകളിലത്തെ ഇത് മെല്ലെ അയച്ച് പുറത്തെടുക്കുക. അതേപോലെ ഈ സൈഡത്തെ വരും, ബാക്കിൽ 2 സ്ക്രൂ ഉണ്ടാവും കേട്ടോ, അത് ഞാൻ ഓൾറെഡി അയച്ചു വെച്ചതാണ്. എന്നിട്ട് ഇത് മെല്ലെ പൊക്കിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുക. ദെൻ ഇവിടെ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. ഈ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ വയ്ക്കുക. ദെൻ ഇവിടെയും ഉണ്ട് 2 സ്റ്റാർ സ്ക്രൂ. അപ്പം വണ്ടിയിലൊക്കെ എന്തായാലും ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, ഒരു പ്ലെയറും ഇതൊക്കെ മസ്റ്റാണ്. ഒരു കാറിൽ എങ്ങനെയായാലും വണ്ടിയുടെ ആവശ്യം ഇതാണല്ലോ. എപ്പോഴാണ് എന്താ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഉണ്ടാവുക പറയാൻ കഴിയില്ലല്ലോ. എന്തായാലും സ്റ്റാർ സ്ക്രൂ എങ്കിലും മിനിമം ഒരു കാറിൽ വേണം. ദെൻ അതും കൂടി അയച്ചിട്ട് ഇതെല്ലാം എടുക്കാം. ഇത് ഞാൻ മൊത്തമായിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് പൊക്കി വെക്കുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങോട്ട് ഇത് കണ്ടില്ലേ, സ്വിഫ്റ്റിൻ്റെ ബുഷ് ഇതാ ഇതിൻ്റെ ഉള്ളിലാണ് വരിക. ഇതിൻ്റെ പുതിയ ബുഷാണ്, ഇതിൻ്റെ ഈ അടുത്ത് മാറിയതാണ്. അപ്പോൾ എന്താ ഈ ബുഷിൻ്റെ ഉള്ളിൽ നിന്നാണ് ചാടിപ്പോവുക. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതാണല്ലേ, ഈ ഒരു ആക്ഷനാണ്, ഈ ഒരു മൂവ്മെൻ്റ് ആണ് ഇതിനുണ്ടാവുക. ഈ ഒരു മൂവ്മെൻറ്റ് ഇതില്ലെങ്കിൽ പിന്നെ ഗിയർ ഇടാൻ കഴിയില്ല.
ഇതാണ് ആ ഫസ്റ്റിലേക്കും അതേപോലെ റിവേഴ്സിലേക്കും ഇടാനുള്ള മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ബ്രേക്ക് ഡൗൺ ആയാൽ ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം എന്തായാലും. അപ്പം നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് വണ്ടിയാണോ ഉള്ളത് വെച്ചാൽ ഏതായാലും അൾട്ടോ ആണല്ലോ, അൾട്ടോ 800 ആണെങ്കിലും അതേപോലെ വാഗണർ ആണെങ്കിലും സ്വിഫ്റ്റ് ആയാലും ഡിസയർ ആയാലും എർട്ടിക്ക ആയാലും ഇങ്ങനെ ഈ മാരുതീൻ്റെ എല്ലാ കോമൺ വണ്ടികൾക്കും ഈ ഇഷ്യൂ ഉള്ളതാണ്. അപ്പം നിങ്ങളുടെ എല്ലാ വണ്ടി നിങ്ങൾ എന്തായാലും നിങ്ങളോട് കഴിയും പോലെ എന്താ വെച്ചാൽ ടൂൾസ് ഉണ്ട് വെച്ചാൽ അതിൻ്റെതായ പ്രോപ്പർ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനേ ഉള്ളൂ, ജസ്റ്റ് നോക്കാനേ ഉള്ളൂ ഇതൊക്കെ. അപ്പം നിങ്ങൾ കഴിയും പോലെ നോക്കുക, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലായിട്ടും കൊണ്ടുപോയിട്ട് അവരോട് ചെക്ക് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഒരു സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് അവർ ഫുള്ള് നോക്കിക്കോണമെന്നില്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം ചിലപ്പോൾ വിട്ടുപോകും. അപ്പം നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, എല്ലാം ചെക്ക് ചെയ്ത് വൃത്തിയാണെന്ന് കൺഫേം ആക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.